ഹലോ, ഹംദാൻ പെറ്റ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇന്നലെ ഞങ്ങൾ എടപ്പാളുള്ള സഫാരി ഗ്രൗണ്ടിലുള്ള എക്സ്പോ കാണാൻ വേണ്ടി പോയിരുന്നിട്ടാ. ഇതാണ് കേട്ടോ റോട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴുള്ള എക്സ്പോൻ്റെ പുറമെന്നുള്ള വ്യൂ. ആ നീല ലൈറ്റുള്ളതൊക്കെ സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പുകൾ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എൻട്രൻസിലേക്കാണ് കേട്ടോ എത്തുക. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പിന്നെ വർക്കുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് രാത്രിയല്ലേ, ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രാത്രിയാണ് പോയിട്ടാണ്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ആളുകളൊക്കെ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് ആളുകളൊക്കെ കുറവായിരുന്നു കേട്ടോ, അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് റീലെടുത്തതാണ് ഇത് കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മൾ റീലെടുക്കണമെന്നുണ്ടെങ്കിൽ ആളുകളൊക്കെ മാറി തരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ വേറെ അവരെടുക്കുക. നല്ല സഹകരണം ഉണ്ടായിരുന്നല്ലോ അവിടെ വന്ന ആളുകളൊക്കെ കേട്ടോ. കാരണം നമ്മൾ ചെയ്യുമ്പോൾ അവർ മാറി തരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് വേറെ എവിടെ നമ്മൾ ചെന്ന് എത്തിപ്പെട്ട പോലെ ഒരു ഫീലാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. ഇത് രണ്ട് സൈഡിലുമായിട്ട് നമുക്കിങ്ങനെ നടുക്കെ കൂടെ നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ട് സൈഡുണ്ട്. ഇതിങ്ങനെ വീഡിയോ എടുത്താലൊന്നും നമുക്ക് ഇതാവില്ല. അപ്പം ഞാൻ ചെറിയ ചെറിയ ഫോട്ടോസായിട്ട് എടുത്തതാണ് ഇതൊക്കെ. ആളുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ മെയ് 11 വരെയുള്ളൂ തോന്നുന്നു എക്സ്പോ. ഇനിയിപ്പോൾ ഇന്നലെ 5-ാം തീയതി ആയില്ലേ. അപ്പോൾ ഏകദേശമൊക്കെ ആളുകളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതാവും ആളുകളൊക്കെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ആളുകൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കണമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാനായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുവരെ കഴിഞ്ഞ മാസം എങ്ങാനും തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇന്നലെയാണ് പോയത്. പോയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് നോക്കുമ്പോൾ ഈ മത്സ്യകന്യക ഇറങ്ങി വരുന്നതാണ്. അപ്പോൾ അവർ കുറച്ച് കൂടുതൽ ആളുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചൊക്കെ ആളുകൾ കൂടിയപ്പോൾ അത് ഇറങ്ങി വന്നിട്ടാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതൊക്കെ കാണുന്നത്. ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. തൃശ്ശൂർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും കാണാൻ പോകാൻ പറ്റിയില്ല. നല്ല ഭംഗിയുള്ള കുട്ടികളത് ഇങ്ങനെ ഞാൻ കുറച്ച് പിന്നെ ഫോണ് പൊക്കി പിടിച്ച കാരണം കൊണ്ട് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. അടിയിലൊക്കെ നല്ല കുട്ടികളാണ്. അവരോടൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുക, പിന്നെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ഹായ് കാണിച്ചു കൊടുക്കുക, അവർക്ക് കിസ് കൊടുക്കുക. അതൊക്കെ കേട്ടോ പെൺകുട്ടി ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് ആളുകൾ കൂടിയതിൻ്റെ ശേഷമാണ് പിന്നെ അത് ഇറങ്ങി വന്നത് കേട്ടോ. ഞങ്ങളൊരു 10-15 മിനിറ്റൊക്കെ നിന്നിട്ടുണ്ടാവും. അതിൻ്റെ ശേഷമാണ് വന്നത്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പുറത്തുള്ളവരോടും കൈ കൊണ്ടൊക്കെ ഓരോന്ന് കാണിക്കുക, കുട്ടികളോട് ഓരോന്ന് കാണിക്കുക, അതൊക്കെ ചെയ്യുക. എന്തായാലും മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആളുകൾ ചുറ്റും നോക്കുമ്പോൾ ആ സൈഡിലും ഈ സൈഡിലും നിൽക്കുന്നവരൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ മാസം എങ്ങാനും വന്നിട്ടുണ്ട് തോന്നുന്നു. പെരുന്നാളിൻ്റെ സമയത്തെങ്ങാനും സഫാരി ഗ്രൗണ്ടിൽ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാണാൻ. ഞാൻ ഇന്നലെ പോയത്. അതുകൊണ്ട് തിരക്കൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് ആളുകളുണ്ടായിരുന്നു. കുറച്ച് വെച്ചാൽ അത്യാവശ്യം ഒരു 10-100 ആളൊക്കെ ഉണ്ടാവും. അതിലപ്പുറമൊന്നുമില്ല. നല്ല തിക്കും തിരക്കൊന്നുമില്ല. എന്തായാലും ഈ കുട്ടികൾക്ക് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു രസം. അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് മാറണേ ഇല്ല. പിന്നെ ഇങ്ങനത്തതൊക്കെ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ കാണാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് ഇത് എന്തായാലും കാണാൻ. ഫോട്ടോ എടുക്കുന്ന ആളുകൾ, ഞാൻ ഇന്നലെ ആളുകൾ സഹകരിക്കണുണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോ റീലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ അവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ ചെയ്തതിൻ്റെ ശേഷം പിന്നെ അവർ ഫോട്ടോ എടുക്കണത് റീലെടുക്കണതൊക്കെ. പിന്നെ തിരക്കും കുറവായതുകൊണ്ട് നമ്മളിഷ്ടത്തിന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റി. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇന്നലെ ഒരു 7:30 ആയപ്പോഴാണ് പോയത്. പിന്നെ മീനിൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെയുള്ള മീനില്ലേ, അതാണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചൊക്കെ ഫോട്ടോസ് എടുത്ത് കുറച്ചൊക്കെ വീഡിയോ എടുത്ത്. ഇത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ. എന്തായാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പം മെയ് 11-ാം തീയതി വരെ തോന്നുന്നുണ്ട് ഇനിയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞു തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ പോയപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി. കാരണം ഗ്ലാസിൻ്റെ ഉള്ളിൽ പിന്നെ മീനല്ലേ, അപ്പോൾ നല്ല കളർ മീനുകളും കൂടി ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ള മീനുകൾ.
എന്തായാലും നമ്മൾ ഈ ലൈറ്റും കാര്യങ്ങളും പിന്നെ ചില അവിടെ വെച്ചാൽ ചൂടൊന്നും ഇല്ല കേട്ടോ. കൂളറുകൾ ഇടയ്ക്കിടയ്ക്ക് കൂളറുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. AC ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചൂടൊന്നുമില്ല. എത്ര വേണമെങ്കിലും ആളുകൾക്ക് നിൽക്കാം. നമുക്ക് ചൂടെടുത്തിട്ട് നമ്മൾ വേഗം പുറത്തെടുക്കണം അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നല്ല AC ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിന് നന്നായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റും എല്ലാവർക്കും. നല്ല ഭംഗിയാണിത് കാണാൻ. നമുക്ക് കണ്ടാൽ അങ്ങോട്ട് വരാൻ തോന്നില്ല. എന്തായാലും വൈകിപ്പോയത് നന്നായി എന്ന് വിചാരിക്കുക. കാരണം ഇങ്ങനെ വീഡിയോ എടുക്കണമെങ്കിലൊക്കെ നല്ല ആളുകളുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. കാരണം നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവും. എന്തായാലും നല്ല ഭംഗിയാണ് കാണാൻ. എല്ലാവരും ഇങ്ങനെ നല്ല ആസ്വദിച്ച്. പിന്നെ റൈഡുകളുണ്ട് കേട്ടോ. അതിലൊന്നും ഞങ്ങൾ കയറിയിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഓരോ ഫോട്ടോ എടുത്തതാണ് റൈഡിൻ്റെയൊക്കെ. പിന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അതിൽ കൂടുതലൊന്നും ഫുഡൊന്നും ഇല്ല. കാരണം കഴിയാറായ കാരണം കൊണ്ടാണ് തോന്നുന്നുണ്ട് ഫുഡൊന്നും അങ്ങനെയില്ല. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ്. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തുള്ളൂ. ബാക്കിയൊക്കെ ഫോട്ടോസാണ് എടുത്തത്. കാരണം വീഡിയോ എടുക്കുകയാണെങ്കിൽ ഫോണൊക്കെ നന്നായിട്ട് നിറയും. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കയറി വരുന്ന ഈ ഭാഗത്താണ്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും 100 രൂപ കൊടുത്തത് പൈസ മുതലാവും ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ. നല്ല ഭംഗിയുണ്ട്. മീനുകളാണ് മെയിനായിട്ട് കാണാനുള്ളത്. മീനുകൾ കളർ മീനായതുകൊണ്ട് നല്ല രസമുള്ള നല്ല മീനുകൾ. പിന്നെ റൈഡുകളുണ്ട്. പിന്നെ ആളുകൾ കുറവായ കാരണം റൈഡിലൊന്നും അങ്ങനെ ആളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ ശേഷം ഇനി ആൾ വന്നോന്നറിയില്ല. ഞങ്ങൾ വരുവോളം അത്ര ആളൊന്നുമില്ല. കുറച്ച് ആളുകളേ ഉള്ളൂ. എന്താ